പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 10-ാം തീയതി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുദിനാനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായി കർത്തൃസന്നിധിയിൽ വിനയത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കുപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ യാത്രകൾ നീ ആശീർവദിക്കണമേ. അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവെ, സഞ്ചാരപഥങ്ങളെ, സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം. ചർച്ചാ മീറ്റിങ്ങുകളെ നീ ആശീർവദിക്കണം. ജോലിക്ക് പോകുന്നവരുടെ ഈശോയെ, ജോലിക്ക് പോകുന്നവരെ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ, കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ, ശുശ്രൂഷ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ, ഹോം നേഴ്സുമാർ, സീനിയർ ആയിട്ടുള്ളവരെ, സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ, അവരുടെ മേഖലകളിലെല്ലാം അവരനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാന ആശംസ കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും നിന്റെ നാമത്തിൽ, ആ കുരിശടയാളത്തിൽ അവർ ആലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്നു. കർത്താവേ,
സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ കുഞ്ഞാടിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള വാതായനങ്ങളെ ഭവനയിടങ്ങളെ കടന്നുപോയതുപോലെ കർത്താവ് ഈ ആശീർവാദം ലഭിക്കുന്ന ഭവനയിടങ്ങളെ തിന്മകൾ സ്പർശിക്കാതിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിത മാർഗങ്ങൾ, വരുമാന മാർഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വരുമാന മാർഗം നഷ്ടപ്പെടുന്നവരുണ്ട്, കാലാവസ്ഥകളുടെ ഭേദങ്ങൾ കാരണം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട്, മറ്റു തരത്തിലുള്ള നിമ്നോന്നതങ്ങൾ കാരണം കർത്താവ് മാർക്കറ്റിൻ്റെ നഷ്ടം കാരണം കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് ഈശോയെ. പലപ്പോഴും പലിശ കയറി കർത്താവ് അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിൽ എത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ, ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ, ഓഫറുകൾ നൽകിയിട്ടുള്ളവർ ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരെ കാണുന്നുണ്ട് ഈശോയെ. ഞങ്ങൾ ലഭിച്ച മുഴുവൻ ഓഫറുകളെ നീ സംരക്ഷിക്കണം ഈശോയെ. നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗർഭിണികളായുള്ള അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അബോർഷന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭത്തെ ശിശുക്കളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ സ്പർശിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറാതെ വലതുകരം നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും ആശീർവദിക്കട്ടെ. കർത്താവ് മെനിഞ്ചൈറ്റിസിൻ്റെ രോഗങ്ങൾ, പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ, കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് എപ്പോഴും നീർക്കെട്ടുന്നുണ്ടാവുന്നവർ, തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ, ശ്വാസകോശങ്ങൾ രോഗമുള്ളവർ, ചുമ വിട്ടുമാറാത്തവർ, പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവിനെ സ്പർശിക്കണമേ. ശരീരമാസകരം രോഗങ്ങൾ കാരണം, വേദനകൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ, ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശീർവദിക്കുകയും നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് എടുക്കുന്ന വചനങ്ങൾ, അത് ചില കാര്യങ്ങളെ ദൈവവും നമ്മളും തമ്മിൽ നല്ലൊരു ആധ്യാത്മിക ജീവിതം ഉണ്ടെങ്കിലേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ നടക്കും. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവവും നമ്മളും തമ്മിലേ ഒരു ആധ്യാത്മിക ബന്ധം, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, അതിൻ്റെ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നാലേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും. അങ്ങനെ വചനമുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷമാണ് 6-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അത് കറക്റ്റല്ലേ? പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല. ഇതിന്റെ 6:33 ഉണ്ട്. അതുകൂടി വായിക്കുമ്പോൾ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത്. എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്താ പ്രശ്നം? 6:8 എന്താ പറയണത്? നിങ്ങളുടെ ആവശ്യം ദൈവപിതാവ് അറിഞ്ഞത് കൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കുകയുള്ളൂ. അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 6:33 വർക്കൗട്ട് ചെയ്യണം. എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുടെ സന്തോഷവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 14:17 എടുത്ത് റോമാലേഖനം. ദൈവരാജ്യം എന്നാൽ 14:17 റോമ എന്താണ്? അപ്പം ആദ്യം ഇപ്പം നമ്മൾ 6:33 എന്താ പറയണത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ നീതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറയണത്. അതെന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്നാൽ 14:17 റോമാലേഖനം എന്താണത്? ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും. നമുക്ക് അന്നു വേണ്ട ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല. ജോലി, വീട്, വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല. അത് അന്നു വേണ്ട ആഹാരത്തിൽ പെടുന്നതാണ്. പക്ഷെ ദൈവരാജ്യം എന്നാൽ അതിന് വേണ്ട ആഹാരത്തിന് വക കിട്ടണമല്ല. പിന്നെന്താണ് പറയണത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമുക്ക് കരുതണം. നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട്, നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടുന്നത്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ
നമുക്ക് ആത്മീയ സന്തോഷം പെരുകും. എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മളിൽ തന്നെ വരും. അതാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണെന്ന് പറയത്തില്ല. 21 ലൂക്ക 17:21. ലൂക്ക 17:21 ഇതാ ഇവിടെ അതാ അവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവപിതാവ് അറിയുക മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും. അതെന്ത് സംഭവം എന്നറിയാമോ? ഈ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം, നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. നിമിഷ, അതായത് അത് വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ്. അവിടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തുകൊണ്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ കൊണ്ടുവരും. പറയും, നിമിഷേ ഇത് നിൻ്റെതല്ല, പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ അടുത്ത ഇവിടെ കൂടെ വേറൊരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ, മാറിപ്പോയെന്ന് തോന്നണം. ഇത് ഇവളുടെ ബ്ലഡ് എടുത്ത് എന്നിട്ട് ആ ബ്ലഡിൻ്റെ അകത്ത് റിസൾട്ട് വന്നപ്പോൾ ഇവർക്ക് ഹൈ ഷുഗറാണ്, SGOT SGPT കരളിൻ്റെ അസുഖങ്ങളുടെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവൾ പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷയുടെ ബ്ലഡല്ല എടുത്തത്, അല്ല നിമിഷക്ക് വേറൊരു നിമിഷക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളുടേക്ക് എന്നാൽ ബ്ലഡ് എടുത്തിരിക്കണത്. ഓക്കെ, അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടി ഇവൾ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത്. ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ. അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ട് ആക്കിയിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്യും, ഇവൾ ആ സാക്ഷ്യങ്ങൾ കേൾക്കണം, അപ്പീൽ ചെയ്തിട്ടുണ്ടത്. എന്നിട്ട് ഇവൾ ഒരിടത്തും പോകത്തില്ല, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് പോകത്തില്ല. ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും, ലാബിൽ ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ചെയ്തിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ചിരിക്കും, എന്താ കാര്യം, അവളൊന്നും ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതായത് എവിടെ ചെന്നാലും ഇവളെ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും കൃപാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണതും ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തിയിരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാണ്. അതായത് അങ്ങനെ ജീവിച്ചത് ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും. പ്രാർത്ഥിക മതം ചെയ്യണമെങ്കിൽ സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, അത് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേര്, ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും. നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും. നമ്മളെ ഏറ്റെടുക്കണം. നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത്, നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും. നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡോൺ ബോസ്കോ ജിജി. ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നും വരുന്നു. എനിക്കിവിടെ എന്താ പറയേണ്ടതെന്ന് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ 2020 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഈ തവണയും കൂടെ കൂട്ടി 4ാമത്തെ ഉടമ്പടി പുതുക്കാനാണ് ഞാൻ വന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ 4 ഉടമ്പടിയിലും ആദ്യത്തെ ഉടമ്പടി നല്ലപോലെ ചെയ്തെങ്കിലും ബാക്കിയുള്ള ഉടമ്പടിയെല്ലാം ഞാൻ ഉഴപ്പുമായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാം വിഷമം വരുമെങ്കിലും വേറെ ഒന്നും ചെയ്യുന്നില്ല. രാവിലെ ചില ദിവസങ്ങളിൽ ഏൽക്കാൻ പറ്റുകയില്ല. പിന്നെയും ഞാനൊരു ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും, പിന്നെയും മുടങ്ങിപ്പോവും. ആദ്യമൊന്നും എനിക്ക് നിയോഗങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പുറം രാജ്യത്തോട്ട് പഠിക്കാൻ പോകണമെന്നായിരുന്നു ആഗ്രഹം 2020 വരുന്ന സമയത്ത്. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ആദ്യമായിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പം ഞാൻ 1ാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു. ചേച്ചിക്ക് PCOD കാരണം 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 1ാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു.
ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി ക്യാരിയിങ് എന്ന് പറഞ്ഞ് എന്നോട് ചേച്ചി വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. കാരണം ഞാൻ അതിൻ്റെ അകത്തും ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. ചില ദിവസം രാവിലെ ഏക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 മണി കഴിഞ്ഞ് ചെയ്യാമെന്ന് ഓർക്കും, പക്ഷേ ചെയ്യും, പിന്നെ മുടങ്ങിപ്പോവും. അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഇപ്പം ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയിട്ട് വെറും 8 മാസം ആകുന്നേ ഉള്ളൂ. ഞാൻ സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട്, സെപ്റ്റംബർ 4-നാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് പോയി ഇപ്പം കൃത്യം 8 മാസമാകുന്നു. എനിക്കറിയത്തില്ല, ഞാൻ A1 പഠിച്ചു, A2 പഠിച്ചു, B1 പഠിച്ചു. എല്ലാവരും സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. B2 എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്ക് ഒരു ബാലികേറാം മല തന്നെയാണ്. എനിക്കറിയത്തില്ല അതെങ്ങനെ പാസ്സാകുന്ന പോലും അറിയത്തില്ല. ഞാൻ ശരിക്കും സംസാരിക്കുന്ന ഒരാളല്ല. എല്ലാം ചെയ്തു, പക്ഷേ എനിക്ക് എങ്ങനെയോ ഒരു തോന്നൽ തോന്നി, എനിക്കിനി എക്സാം എഴുതിയേക്കാമെന്ന്. ഞാൻ B1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. B2 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഫറണിങ്ങാനം അസീസിലാണ് പഠിച്ചത് B1 വരെ. പക്ഷേ ബാക്കി ഞാൻ പഠിച്ചില്ല. അതിൻ്റെ കൂട്ടുകാർ വഴി ജസ്റ്റ് കുറച്ച് ക്ലാസ് കൂടി ഇങ്ങനെയൊക്കെ ആയി. കുറച്ച് ക്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ B2 ഇങ്ങനെ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഒരു ഹൈദരാബാദ് എക്സാമിന് ഡേറ്റ് എടുത്തരാന്ന് പറഞ്ഞ് ഒരു ചേച്ചി വരുന്നത്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ 25,000 രൂപ കൊടുത്ത് ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഹൈദരാബാദ് തന്നെയാണ് താമസം. അപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി, ക്ലാസ് ഒന്നും കൂടുന്നില്ല, ഞാൻ നേരത്തെ ഹൈദരാബാദിലോട്ട് പോയി. എക്സാം എഴുതുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കും ചെല്ലാറോന്ന് ഓർത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു കൺഫർമേഷനാണ്, നീ പൊക്കോ, ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എടാ ആ ഡേറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം എക്സാം എഴുതാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്നു, B2 അറിയത്തില്ല, എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവുക. അവിടെ ചെന്നു എക്സാം എഴുതാൻ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്കും എക്സാമിന് ഡേറ്റ് ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്നാൽ എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് തന്നാലേ, ഞാൻ വേറെ എവിടെയും നോക്കിക്കോളാം. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇപ്പോൾ തന്നെ ചെയ്തേക്കാൻ 2 ദിവസം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഹൈദരാബാദിൽ നിന്ന് വേറൊരു മെയിൽ അയക്കേണ്ട ഒരു ഓപ്ഷൻ വന്നു, ഡേറ്റ് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ചേച്ചിയോട് ചോദിച്ചു തരാമെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു അവനെ തരാൻ 2 ദിവസം, എൻ്റെ കൊച്ച ആശുപത്രിയിലാണ്, അപ്പം അവന് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ പോലെ, ഞാൻ പറഞ്ഞു ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി, ഞാൻ വേറെ എവിടെയെങ്കിലും ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഡേറ്റ് പോയി. അതിനുശേഷം ഹൈദരാബാദിലെ ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അത് അടുത്ത മാസത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ നമ്മൾ പിന്നെയും അടച്ചു. പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ അത് സെൻഡായി. പക്ഷേ ഒരു കാരണവശാലും അത് അവിടെ ചെന്നതായിട്ട് അവർ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്കിവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും ഹൈദരാബാദിലെ എക്സാം സെൻറ്ററിലോട്ട് വിളിയായി. അവസാനം വിളിച്ച് എൻ്റെ പേര് അവർക്ക് കാണാതെ അറിയാം. ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് സാർ ഇപ്പോൾ തന്നെ ശരിയാക്കി വിട്ടേക്കാം അങ്ങനെയാണ് പറയുന്നത്. ലാസ്റ്റ് ഇത് നടക്കുന്നതിന് മുമ്പ് ഞാൻ അന്നേരം ചേച്ചിനെ വിളിക്കാൻ തുടങ്ങി. ചേച്ചിയെ പൈസ എന്നതാ, ഞാൻ വീട്ടിൽ പറയാതെയാണ് ഹൈദരാബാദിലെ വേറെ പൈസ കൊടുത്തത്, ചേച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആ ചേച്ചിനെ വിളിക്കുമ്പോൾ ചേച്ചി ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചേച്ചി ഫോൺ എടുക്കുന്നില്ല. ഞാനൊരു ദിവസം ഒരു 100 വിളി വിളിക്കും, എടുക്കുകയില്ല, മെസ്സേജ് അയക്കും. ഞാൻ അവസാനം പറഞ്ഞു ചേച്ചി എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒന്ന് താ. അവസാനം ഞാൻ കെഞ്ചി പോലെ പറഞ്ഞു, എന്നിട്ട് നടക്കുന്നില്ല. അപ്പം ഒരു കാര്യവും നടക്കുന്നില്ല. ഹൈദരാബാദിൽ കൊടുത്തതും നടക്കുന്നില്ല, ഈ ചേച്ചിയുടെ കൊടുത്ത പൈസയും തിരിച്ച് കിട്ടുന്നില്ല. എനിക്കൊന്നും അറിയത്തില്ല എന്ന് ചെയ്യണം. ഞാൻ ഉടമ്പടി തെറ്റിക്കുന്നു ഇടയ്ക്കുണ്ട്. അപ്പം എനിക്ക് തോന്നി ഞാനിതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്കുള്ള ഒരു ശിക്ഷയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഒരു ഓപ്ഷനുമില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയപ്പോഴും ഉടമ്പടി പത്രമുണ്ട്, ഞാൻ ട്രെയിനിൽ വെച്ചൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല, ഇടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ട്. ഞാനവിടെ ചെന്നു. ഞാൻ വൈകുന്നേരമായിരുന്നു, ചേച്ചിയൊക്കെ പുറത്ത് പോയിക്കോ. ഞാൻ പെട്ടെന്ന് വാതിലടച്ചു. ഞാൻ അതുപോലെ കരഞ്ഞൊരു ദിവസം എൻ്റെ മുമ്പിലില്ല. എനിക്ക് അത്ര ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാൻ മാതാവിന് മുമ്പിൽ മുട്ടുകുത്തിയെന്ന് അലറി കരഞ്ഞെന്ന് പറയാം, ആരും കേൾക്കാതെ. വായി പൊത്തിയാണ് ഞാൻ കരഞ്ഞത്. ഞാൻ പറഞ്ഞു മാതാവി എനിക്കത് വേണം, ഒത്തിരി പൈസയൊന്നും എൻ്റെ ഇല്ല, ഞാനിത് എവിടുന്ന് ഇനി വീട്ടുകാരോട് പറയുമെന്ന് അറിയത്തില്ലാതെ ഞാൻ നിൽക്കുക. ആ സമയത്ത് എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് അറിയാമെന്ന് ഉറപ്പ്. ഞാൻ എണ്ണയും കാശ് രൂപം കയ്യിലുണ്ട്. 4 വർഷമായിട്ട് എൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട്, അതേ അമ്മ മാതാവിൻ്റെ ആ കാശ് രൂപം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ആ ദൂരാനൊരു ഇടം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അളിയൻ്റെ ബൈക്കും എടുത്ത് ഞാൻ പുറത്തോട്ട് പോയി. ജസ്റ്റ് ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുക. അപ്പോൾ അവർ ചോദിച്ചു എന്നാ മലയാളികൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റുകാർ എന്നാ. ഞാൻ പറഞ്ഞു പൊടി പോയതാന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ എടുക്കുമോ. അത്രയും ദിവസം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചേച്ചി, ഫോൺ എടുക്കാത്ത ചേച്ചി, മെസ്സേജ് അയച്ചിട്ട് എടുക്കാത്ത ചേച്ചി, വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ പൈസ മൊത്തം ഫണ്ട് ചെയ്തേക്കുക. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചില്ല. ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു കിട്ടി, ഇനിയിപ്പോൾ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകും. മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ ഉടമ്പടി തെറ്റുന്നത് മാത്രം എനിക്കത് തെറ്റായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിയായി, ദൈവമേ കിട്ടുക. അപ്പോഴത്തേക്കും ഹൈദരാബാദിൻ്റെ ഡേറ്റിൻ്റെ കേസായി. അവിടെ അവർ കിട്ടുമല്ലെന്ന് പറയുന്ന രീതിയിലായി ലാസ്റ്റ്. അപ്പോഴത്തേക്കും ഞാൻ കൊച്ചി, ട്രിവാൻഡ്രം, ഗൊയ്ത്തയിൽ മെയിൽ അയച്ചു, ഒരു എക്സാം ഡേറ്റ് കിട്ടണേ, എനിക്ക് എങ്ങനെയും ഒന്ന് എക്സാം എഴുതണം. അപ്പം കൊച്ചി, ട്രിവാൻഡ്രം മെയിൽ അയച്ച് എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ആദ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവർ പറഞ്ഞിരുന്നത്, ഹൈദരാബാദ് പറഞ്ഞിരുന്നത് മെയ് ലാസ്റ്റാണ് എക്സാം എന്നാണ്. അപ്പം കൊച്ചി, ട്രിവാൻഡ്രത്തിൻ്റെ വരുന്നത് മെയ് 1. അപ്പം ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു മാതാവി എനിക്കൊരു ഡേറ്റ് തരുവാണെങ്കിൽ മെയ് 1 തരണം, മെയിൽ അയച്ച് കിട്ടുന്നത്. ഹൈദരാബാദ് കിട്ടുന്നത് ലാസ്റ്റാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കുറേ ദിവസമായിട്ട് മെയിൽ അയച്ചു, ഒന്നും വരുന്നില്ല, ഇവരുടെ കൺഫർമേഷൻ വരുന്നില്ല.
ഞാനൊരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ 5:30 ഏറ്റു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആരുമില്ല, ചേച്ചിയെല്ലാം അവരെല്ലാം ഉറക്കുവാ. ഞാനാണെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിന്ന് കൺഫർമേഷൻ മെയിൽ വരണം, അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഞാൻ എന്തോരം നാളായിട്ട് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഒത്തിരി സങ്കടവും കരച്ചിലും, കാരണം ഞാൻ കയറി പിന്നെയും കിടന്നൊന്നും ഉറങ്ങി. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഹൈദരാബാദിൽ നിന്ന് മെയിൽ വന്നേക്കുക, നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും കരച്ചിൽ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇനിയും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് മാത്രം തന്നെ ഇങ്ങനെയൊന്നും വരാത്ത ഞാൻ ഒത്തിരി ആലോചിക്കും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏറ്റു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ്, മാതാവ് എനിക്ക് തരാൻ തുടങ്ങി, ഇനി എൻ്റെ കയ്യിലെല്ലാം എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഏറ്റു. മാതാവ് തരുന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് കൊച്ചിയിലും ഡേറ്റ് വേണം, ആ ഡേറ്റ് നാളെ തന്നെ വരുവാൻ വേണം, വരുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അത് കൊച്ചിയിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. ഇത് ഡേറ്റ് വരുന്നത് ഒന്നെങ്കിൽ കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും. ഒന്നെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അടച്ച പൈസ എല്ലാം പോവുകയും ചെയ്യും. ഹൈദരാബാദിലെ എക്സാം മാത്രം എഴുതാനും പറ്റുള്ളൂ. അത്ര നേരം ഹൈദരാബാദ് ഉണ്ടെന്ന് ഓർത്ത് തന്നെ നമ്മൾ ഇരിക്കുക, കൺഫർമേഷൻ വന്നിരിക്കുക. അപ്പം രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് പഠിച്ച് ഒരു 9 മണിയായപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ മെയിൽ എനിക്ക് വന്നു, കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതും 3, 4 എന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി ഒരു രീതിയിൽ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഇതുവരെ എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ കൂട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ജർമ്മനിയിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തരാൻ അവൻ നോക്കിയായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ മെയിലൊക്കെ അയച്ചു. പുള്ളി പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസമായിട്ട് ഞാൻ അവനോട് ഇടയ്ക്ക് കേടാ എന്നാടാ പുള്ളി ഒന്നും റിപ്ലൈ തരാത്തേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കൊരു റിപ്ലൈ തരണമെന്ന്. അങ്ങനെ ഒരു ദിവസം രാവിലെ 5:30 ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു 1.5 മാസം മുമ്പ് അയച്ച മെയിലാണ്. കൃത്യം പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് ഒരു 9:30, 10 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക, ഇന്നാണ് നിങ്ങളുടെ സൂം മീറ്റിംഗ്, ഈ സൂം മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം, വൈകുന്നേരം 7 മണിക്കാണ് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. പ്രാർത്ഥിക്കുന്നതെല്ലാം പിറ്റേ ദിവസം നടക്കുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി ഉഴപ്പുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും സങ്കടം. ഇത്രയും ചെയ്തിട്ടും എന്നെ കൈവിടാതെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ജർമ്മനിയിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുക. അതപ്പോൾ ഒരു ജർമ്മൻകാരനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം എനിക്ക് ഒരു പരിജ്ഞാനവും ഇല്ല, കാരണം B1 പാസ്സായിട്ട് പോലും ഇല്ല. B1 ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പാസ്സായതാണ്. B1 മാത്രമേ ഉള്ളൂ. B2 എന്നൊരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. ഒരക്ഷരം പോലും B2 പഠിച്ചിട്ടില്ല. ആകപ്പാടെ കൂട്ടുകാരെന്തെങ്കിലും പറയും, അത് ജസ്റ്റ് ഒന്ന് കേൾക്കും, ഇങ്ങ് പോരും. എന്നിട്ട് ഞാൻ ജർമ്മൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വൈകുന്നേരം ഒരുങ്ങിയിരിക്കുക, അവരുടെ സൂം മീറ്റിങ്ങിന് വേണ്ടി. AC ഫുള്ളായി ഇട്ടിട്ട് ഞാൻ വേർത്തൊഴുകും. എനിക്ക് പേടിയാണ്, കാരണം ഒന്നും പറയാൻ അറിയത്തില്ല ജർമ്മൻ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു, ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു, അതുപോലെ തന്നെ ഉപ്പെടുത്ത് വെച്ചു, കാശ് രൂപ എല്ലാം ഞാൻ കൈ പിടിച്ച് എൻ്റെ കയ്യിൽ എൻ്റെ പൊന്തഞ്ഞവർ ഞാൻ കയ്യെ കെട്ടിയിട്ടേക്കുക. എന്നിട്ട് ജർമ്മൻ്റെ ഇൻ്റർവ്യൂ വന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷനൊക്കെ ആയിട്ടും പുള്ളി എല്ലാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നോട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുള്ളൂ. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് 1-2 വാക്യത്തിൽ മാത്രം ജസ്റ്റ് ഗ്രാമാറ്റിക് ഒരു ശരിയല്ലാതെ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് അന്നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ എനിക്കിത് കഴിയുമ്പോഴേ തന്നെ ഇത് പാസ്സായെന്നൊന്ന് പറയണേ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനുള്ള അവസരം ഉണ്ടാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ആ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല. ഞാനിതെല്ലാം അപ്പം അമ്മേനെ വിളിച്ച് അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് പറയും. അപ്പം അച്ഛനാണെങ്കിലും പണ്ട് തൊട്ട് തന്നെ ചെറുപ്പത്തൊട്ട് ഒരു മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും ഒന്ന് കുമ്പിടാതെയോ എവിടെ പോയാലും ഒരു മാതാവിനെ കാണുമ്പോൾ ഒരു എത്രയും തളവാതെ ചെല്ലിക്കാതെ സമ്മതിക്കാതായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി, എല്ലാ സമാധാനത്തിലിരിക്കുമ്പോഴാണ് ലാസ്റ്റ് സമയത്ത് പ്രതിസന്ധികളും വരും എന്ന് പറയുന്നത് ശരിയാണ്. ഹൈദരാബാദിൻ്റെ മെയിൽ വന്നു, നിങ്ങൾക്ക് കൺഫർമേഷനാണ്, എല്ലാം വന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക, ഹൈദരാബാദിൽ നിന്നുള്ളത് നിങ്ങൾക്ക് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു, എന്തുകൊണ്ടാണ് ക്യാൻസലായി? അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ, അത് അവിടെ പൈസ ചെന്നോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ അവർക്ക് ചെല്ലുന്നത് ഒന്നെങ്കിൽ റീഫണ്ട് ആക്കണം, അല്ലെങ്കിൽ പൈസ അവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ അവർക്കത് കിട്ടിയത് റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ്. അപ്പോൾ അവർ റീഫണ്ട് ചെയ്യാൻ റെഡിയായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. ഞാൻ എൻ്റെ ഏജൻറ്റുമായിട്ട് ചേട്ടനോട് സംസാരിച്ചു. ചേട്ടൻ വിളിക്കുന്നു, ഞാനും വിളിക്കുന്നു, അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു സമയം ഒരു 2:45 കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 3 മണിക്ക് എന്നും പ്രയർ ചെല്ലുന്ന ഒരാളായിരുന്നു, എന്നുമില്ല കുറച്ച് കാലമായിട്ട്. അപ്പം 3 മണിക്ക് ഞാനാണെങ്കിൽ എന്തെങ്കിലും വരട്ടെ, മാതാവ് നോക്കിയോളൂ എന്ന് ഓർത്ത് ഞാനൊരു കരണക്കൊന്ത എല്ലാം വേണ്ടി ഇരിക്കുക. അപ്പം ഒരു 2ാമത്തെ കരണക്കൊന്തയുടെ ഇതായപ്പോഴത്തേക്കും ഒരു കോൾ വന്നു എൻ്റെ ഫോണിൽ. എൻ്റെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എടുക്കണോ? ഞാൻ ഓർത്തു ഇനി കിട്ടിയാലും കുഴപ്പമില്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളൊരു ഉറച്ച് തീരുമാനത്തിൽ ഞാൻ ഫോൺ എടുത്തേയില്ല. അവസാനം ഞാനാണെങ്കിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഫോൺ എടുത്തപ്പോൾ ചേട്ടാ വിളിച്ചു, എടാ ഇന്ന് തന്നെ ഒരു 21,200 രൂപ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് തന്നെ കിട്ടും, മറ്റേ പൈസ റീഫണ്ട് ആവുമെന്ന് പറഞ്ഞു. ഈ പൈസ മൊത്തം ഞാൻ മറിച്ചേക്കുന്ന. വീട്ടിലെല്ലാം പറയാനൊരു പേടി, കാരണം നമുക്ക് ഗോയിത്തയുടെയും ജർമ്മൻ്റെയും എക്സാമിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ അത്ര മനസ്സിലാവുമല്ലോ, എങ്ങനെയായി കാര്യങ്ങൾ. ഞാൻ എന്നിട്ട് അത് പിന്നെ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചി വേറെ വിടുന്നോ എനിക്ക് എടുത്തു തന്ന് ആ പൈസ അടച്ചു. അങ്ങനെയാണ് അത് കൺഫർമേഷൻ ആകുന്നത്.
അതിനുശേഷം ഞാനാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലോട്ട് പോയി എക്സാം എഴുതാൻ വേണ്ടി. അപ്പം എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എടാ നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ കൃപാസനത്തിന് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതാ എനിക്കാകെ ഇതുള്ളൂ. അപ്പം ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോഴും പലരും പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പ്രാർത്ഥന ഇല്ലാത്തവനായിരുന്ന സമയത്തും ഞാൻ രാവിലെ കേൾക്കും പ്രാർത്ഥിക്കും, അങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു കൂടെയുള്ള ഒരു അക്രമസ്ഥനായ ഒരാളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഇന്നും എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എക്സാം എഴുതാൻ പോകാൻ നേരം എന്നോട് പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാ ദിവസമൊന്നും പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു. പക്ഷേ അവൻ്റെ എക്സാം വന്ന ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പം എൻ്റെ ഒരു രണ്ടാമത്തെ ഉടമ്പടിയുടെ മെഴുകുതിരി അവിടെ തീരാതിരിപ്പുണ്ടായിരുന്നു. പുതിയതായിട്ട് ഒരു പച്ചത്തിരി നീലതിരി. ഞാനത് അൽഫോൻസാമയുടെ പള്ളിയിൽ കൊണ്ടുപോയി കത്തിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ എക്സാം എഴുതി. അപ്പം അവൻ എക്സാം എഴുതിയപ്പോൾ അവൻ ആ ഒറ്റ എഴുത്തിന് തന്നെ 3 മൊഡ്യൂൾ പാസ്സായി. കഴിഞ്ഞ എഴുത്തിനും എല്ലാ മൊഡ്യൂളും പാസ്സായി. അതുപോലെ തന്നെ എന്നിട്ട് ലാസ്റ്റ് കൊച്ചിയിൽ എക്സാം ആകാറായി. കൊച്ചിയിൽ എക്സാം ആയപ്പം ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങാതിരുന്ന് പഠിക്കുക. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, കാരണം ഒന്നും തീരുന്നില്ല. പഠിച്ചതെല്ലാം മറന്നു പോവുക. എന്തോരം പഠിച്ചിട്ട് മറന്നു പോയിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് പുസ്തകം വായിച്ചിട്ട് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്ത് മറന്നു പോവുക. അവസാനം ഞാനാണെങ്കിൽ രാത്രി 2 മണി സമയത്ത് ഞാൻ കയറി കിടന്നു. 3 മണിയായപ്പോൾ ഏറ്റു. 3 മണിക്ക് ഞാൻ, കാരണം ഉച്ച കഴിഞ്ഞാൽ എക്സാം കൊയ്ത്തേടെ വരുന്നത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്ക് ആ പ്രെയർ ചെല്ലാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 3 മണിക്ക് ഏറ്റു പ്രെയർ ചെല്ലിന് ശേഷം പിന്നെയും പഠിക്കാൻ തുടങ്ങി. പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പം എനിക്ക് ഒത്തിരി ഞാൻ കരഞ്ഞ് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു വചനമായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വചനം നമുക്കിങ്ങനെ നമ്മോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് മുമ്പ് തൊട്ട് തന്നെ ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ വചനം എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ വചനം എഴുതിയാണ് ഈ 2 ബുക്ക്. ഞാൻ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വചന ബുക്കിൽ 900 വചനമായിരുന്നുള്ളൂ. 100 വചനം കൂടെ എഴുതാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷേ എഴുതാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല, എനിക്ക് വചനം തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ 1000 വചനം എഴുതി. അത് കഴിഞ്ഞ് എന്നോട് ഇവിടുത്തെ ബ്രദർ പറഞ്ഞായിരുന്നു ജർമ്മൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പം ജർമ്മനിയിലുള്ള ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ജർമ്മനിയിലുള്ള ബൈബിൾ അങ്ങനെ വായിക്കാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു. വേണേ സമയമുണ്ട്, ഞാൻ സമയം എടുക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് എനിക്കിങ്ങനെ കാണിച്ചു തന്നല്ല, എനിക്കൊരു തോന്നി, എന്നാൽ ജർമ്മനിലുള്ള വചനം എഴുതിയേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ജർമ്മനിലുള്ള വചനം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ ജർമ്മനിലുള്ള വചനം എഴുതും. അപ്പോൾ എൻ്റെ വചനത്തിൻ്റെ ഇതും അങ്ങ് മാറാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ കൊച്ചിയിലുള്ള എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ വചനങ്ങളും എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പ്, എണ്ണ, നമ്മുടെ കാശ് രൂപ, ഇതെല്ലാം ഭയങ്കര അനുഗ്രഹമാണ്. അതെനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ ഒരു ചെറിയൊരു തുണിക്കകത്ത് കുറച്ച് ഉപ്പെടുത്ത് ഒരു കിഴി കെട്ടിക്കൊണ്ട് എൻ്റെ പോക്കറ്റിലിട്ടു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റിൽ ചുമ്മാ വെതറിയിട്ടു. എന്നിട്ട് എണ്ണ എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയെ കുരിശ് മരിച്ചിട്ടാണ് എക്സാം ഹാളിലോട്ട് പോകുന്നത്. എക്സാം ഹാളിൽ പോയപ്പം രാവിലത്തെ എക്സാം എഴുതിയവരെല്ലാം പാടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയാകാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞാണ് എൻ്റെ എക്സാം. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസാണ്, പക്ഷേ അറിയത്തുമില്ല. എനിക്ക് മൊത്തം മറന്നു പോകുന്നൊരു ഇതുപോലെയായി. ഞാൻ അപ്പം തന്നെ കൃപാസന മാതാവിനെ ഓർത്തിട്ട് ആരും കണ്ടില്ല എൻ്റെ പോക്കറ്റിൽ കിടന്ന ഉപ്പെടുത്ത് കുറച്ച് ഞാൻ ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പയ്യെ തൂളി. എന്നിട്ട് ഞാൻ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി. എന്നിട്ട് എക്സാമെല്ലാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ ഒരു പേടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് ചേട്ടായി വിളിച്ച് പറഞ്ഞു, ഇപ്പം പരീക്ഷ എഴുതുന്നവരെല്ലാം തോക്കുക, കൊച്ചി ഭയങ്കര വിജയശതമാനം കുറവാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വിളിച്ച് പറഞ്ഞു, അവർ പറഞ്ഞു എടാ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതേ ഒരു വിശ്വാസമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ലാസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ നേർന്നായിരുന്നു, ഇനി ഇവിടെ ഒരു സാക്ഷ്യം പറയാതെ ഞാനൊരു ഉടമ്പടി എടുക്കുകയില്ല, എനിക്കൊരു സാക്ഷ്യം പറയണം, എന്തെങ്കിലും ആയിക്കോട്ടെ, ജർമ്മൻ കിട്ടുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം എനിക്ക് സാധിച്ചു തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഇവിടെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ആ ഒരു നിയോഗം പറയാൻ വേണ്ടി ഞാനിങ്ങനെ അപ്പോൾ എപ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എന്നെ ജർമ്മൻ പരീക്ഷ മാതാവ് തോപ്പിച്ചോ കുഴപ്പമില്ല, എന്നാലും വേറെ എന്തെങ്കിലും എനിക്ക് ഓർമ്മ പറയാം, എനിക്ക് ഈ ആൾക്കാരെ കയറി നിൽക്കാനൊരു അവസരം ഉണ്ടാകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളൊരു ഇത്രയും ഈ കാലത്ത് എല്ലാവരും, എനിക്കറിയാം എൻ്റെ കുറേ കൂട്ടുകാരെ ഒരു വിശ്വാസമില്ലാതെ എല്ലാം നുണയാ, ഇത് ഈ കൃപാസനത്തിൽ വരുന്നവരും നുണയാന്ന് പറഞ്ഞ കൂട്ടുകാരെ എനിക്കറിയാം. അപ്പം ഞാൻ പറയുന്ന വഴി ഒരാളെങ്കിലും ഇതിലേക്ക് വരുമെന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് മാതാവ് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അവകാശം തരണേന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ B1 മാത്രം പഠിച്ച ഒരാളാണ്, B2 എന്നൊരു ഇത് പഠിച്ചിട്ടേ ഇല്ല, B2ൻ്റെ ക്ലാസ് കയറിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ റിസൾട്ട് ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ജർമ്മൻ്റെ എക്സാം എഴുതിയിട്ട് ഞാൻ 2 മൊഡ്യൂളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 മൊഡ്യൂൾ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് വന്ന കേസ് ഞാൻ പുറത്ത് പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം 7:10 എനിക്ക് മെയിൽ വന്നു, റിസൾട്ട് വന്നു പറഞ്ഞ്. എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും അറിയത്തില്ല, ഭയങ്കര പേടിയുള്ളിൽ. ഞാൻ ഓടിപ്പോയി കൃപാസന മാതാവിൻ്റെ എണ്ണ എടുത്ത് ആദ്യമേ തലയിൽ ഒരു കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ തുറക്കാൻ പോവുക, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല, തോറ്റുപോയാലും പിന്നെ എഴുതാമെന്നറിയാം, പക്ഷേ എനിക്ക് ആ സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുന്ന എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നിരിക്കുമെന്ന് ഞാൻ അതുപോലെ ഉറപ്പ് പറഞ്ഞിട്ടിരിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ
കാശുരൂപം തൊട്ട് പ്രാർത്ഥിക്കുന്നു, എണ്ണ തൊട്ട് പറയുന്നു, ബൈബിൾ എടുത്ത് വായിക്കുന്നു. ലാസ്റ്റ് ഞാൻ എൻ്റെ ഫോണിലാണെങ്കിൽ എൻ്റെ നമ്പർ അടിച്ച് തുറന്ന് നോക്കി കഴിഞ്ഞപ്പം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. B2 പഠിക്കാത്ത ഒരാളാണ് ഞാൻ. 60 മാർക്ക് വേണം പാസ്സാകാൻ 100-ൽ. എനിക്ക് 2 മൊഡ്യൂളാണ് ഞാൻ എഴുതിയിരുന്നത്. എനിക്ക് കിട്ടിയത് ഒരെണ്ണത്തിന് 100-ൽ 80-ഉം ഒരെണ്ണത്തിന് 100-ൽ 70-ഉം. B2 പഠിക്കാത്ത ഒരാളാണ് ഞാൻ. B1 മാത്രം. അതും B1 എക്സാം എഴുതാതെ ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചാടിപ്പോയ ആളാണ്. ചാടിപ്പോയെന്ന് വെച്ചാൽ എഴുതാൻ ഒരു മടിയുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിപ്പോയി. B2 മാത്രം പഠിക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ചില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് കൂട്ടുകാർ വഴി ചുമ്മാ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പക്ഷേ B2 ഇപ്പോഴും എന്നോട് ഇവിടെ ആരെങ്കിലും എന്നോട് B2 ഒരു കാര്യം ചോദിക്കുമോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക് എനിക്ക് അറിയത്തില്ല പറയാൻ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ആ ജർമ്മൻകാരൻ്റെ മുമ്പിൽ വരുന്നത്. എവിടുന്നോ എനിക്ക് ഓർമ്മ വന്നു പറഞ്ഞു. എന്നിട്ട് ഒന്നും പഠിക്കാതെ പോയി എനിക്ക് എനിക്ക് B2 100-ൽ 80 മാർക്കും 100-ൽ 70 മാർക്കും 8 തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരെ ഇപ്പോഴും എനിക്കറിയാം. ഇത് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നേരം ആലോചിച്ചിട്ടുണ്ട്, നീ ഒരു സാക്ഷ്യം പറയണോ വേണ്ടയോ വേണ്ടത്. കാരണം പലർക്കും അത് എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം നമ്മുടെ സ്ഥലം ഇടുക്കി തന്നെ ആയതുകൊണ്ട് നമുക്കവിടെ കൂടുതലും കൃഷിയാണ്. അപ്പം കൊറോണ വന്ന സമയത്ത് എനിക്ക് ഈ കൃഷിയൊക്കെ ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏലക്കൃഷിയൊക്കെ ചെയ്തു. ഒരു 10-300 ഏലം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലൊരു ബൈക്കും എടുത്തു. CC ഉള്ളതുകൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇതിപ്പോൾ 4-ാം വർഷമാണ്. അപ്പം ഈ വർഷമൊക്കെയാണ് ഇച്ചിരൊക്കെ കിട്ടേണ്ടത്. പിന്നെ വിലയുള്ള സമയമാണ്. ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദായിരുന്നു എക്സാമിന് വേണ്ടി പോയേക്കുക. അപ്പം വെള്ളം ഒഴിക്കാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യത്തെ വെയിൽ എല്ലാവർക്കും അറിയാലോ, എല്ലാ ചെടിയും ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ അച്ചാച്ച പറഞ്ഞു, ഇനിയിപ്പോൾ ആ ഏലമെല്ലാം വെട്ടിക്കളയാനേ ഒരു വഴിയുള്ളൂ, അല്ലാതെ നിനക്കിനി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാലും പറഞ്ഞു പഴയ ചിമ്പൊക്കെ പോയിട്ടുള്ളൂ, പുതിയതൊക്കെ നിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാനന്ന് അച്ചാച്ചോട് ഉച്ചയ്ക്ക് പറഞ്ഞു, ഏതോ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടൊരു വചനം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യില്ല, മഞ്ഞ് വീടില്ല എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചില്ലാതെ നടന്നു. എന്നിട്ട് രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ സമയമായപ്പം ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അന്ന് ഒരു നിയോഗം വെച്ചില്ല. കാരണം എല്ലാ ദിവസവും ഞാൻ നിയോഗം വെക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മൾ എഴുതിയിട്ട് 5 നിയോഗം പ്രാർത്ഥിക്കുന്ന ആളാണ്. അന്ന് ഞാൻ ഒരു നിയോഗം വെച്ചില്ല. ഞാൻ ആകെപ്പാടെ വെച്ച നിയോഗം, കർത്താവേ ഒരു മഴ പെയ്യണേ, മാതാവേ എനിക്ക് വേണ്ടി മഴ പെയ്യണേ. കാരണം 3-4 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പോയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വിൽക്കാനേ പറ്റുള്ളൂ, എല്ലാവർക്കും വേണ്ടിയല്ലേ, ഒരു മഴ പെയ്യണേന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോയി പുറത്ത്. അത്ര നേരം അന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം ഒട്ടും വിരിഞ്ഞിട്ടില്ല, ഫുൾ തെളിഞ്ഞ് കിടക്കുന്നത്. ഞാനത് പറഞ്ഞ് എൻ്റെ വാതിൽ തുറന്ന് അമ്മയോട് ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നോക്കി. ഇപ്പോൾ ഇടി വെട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിൽക്ക്, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നല്ലൊരു മഴ അങ്ങ് പെയ്തു. ഇതിപ്പോൾ ഞാൻ പറയണോ വേണ്ടെന്ന് പലതവണ ആലോചിക്കാൻ, കാരണം പലർക്കും ഇതൊരു യുക്തിക്ക് നിരക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം ഞാനെന്തിനാ പറയാതിരിക്കുന്നത്? മാതാവ് നന്നായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ദിവസം മഴ പെയ്യാതെ ഉണങ്ങി നിന്ന ദിവസം ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിനോട് മഴ തരണമെന്ന് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഇടി വെട്ടാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏലം മൊത്തം, അവിടുത്തെ ഉള്ള പ്രദേശത്തുള്ള ഏലം മൊത്തം നനയുന്ന രീതിയിൽ, പിന്നെ വെള്ളം ഒഴിക്കേണ്ടാത്ത രീതിയിൽ മഴ പെയ്തു. പിന്നെയും വെയിൽ വന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഉത്തരം തല്ലി. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ തന്നെ പിന്നെ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊക്കെ ഒരു 1.5 മാസം 2 മാസം കൂടെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. അത് എവിടെയാണെങ്കിലും ശരി. ഞാൻ ഹൈദരാബാദ് ആയിരുന്നപ്പോഴും ശരി, എനിക്ക് അറിയത്തില്ലാത്തൊരച്ഛനാണ്. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു രാവിലെ വന്നേക്കാൻ പറഞ്ഞു. ഞാൻ പോയി കുമ്പസാരിച്ചു. എവിടെയാണെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് പാവങ്ങളെ ഞാൻ സഹായിക്കുന്നുണ്ട്. അത് വേറെ ആരും കാണിക്കാൻ വേണ്ടില്ല, നമുക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ളവരെ ഞാൻ 2-3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ എൻ്റെ കൂടെ ഒരു കൊച്ചു വന്നിട്ടുണ്ട്, ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഉടമ്പടി വഴി കുറച്ചും കൂടെ ജീവിതത്തിൽ വളർച്ച നേടാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും പറ്റിയത്. വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ഈ മകനെ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനായിട്ടൊരു വ്യക്തമായിട്ടൊരു ശീലം ഒരു പക്ഷേ ഈ സാക്ഷ്യത മനസ്സിലാക്കുന്ന അപ്പച്ചനിൽ നിന്നാണ്. അപ്പം ഇപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം കണ്ടാലും ഒരു എത്രയും ദയുള്ള മാതാവെങ്കിലും ചൊല്ലണം, അല്ലെങ്കിൽ ചൊല്ലി പഠിപ്പിച്ചിട്ടുള്ളൊരു ശീലം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ആരാധനയിൽ ഒരിക്കൽ പറയുന്നുണ്ട്. അതായത് മാതാവുമായിട്ട് നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വളർന്ന കാലഘട്ടത്തിലോ ആരെങ്കിലും പറഞ്ഞു തന്നതിന് ശേഷമോ മാതാവുമായിട്ടൊരു അടുപ്പമുള്ളവരെയൊക്കെയും മാതാവ് ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുന്നതും ആ ക്ഷണനത്തിന് ശേഷം വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവപിതാവ് ഇടവരുത്തുന്നതും ഒരുപാട് പേര് ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ശീലം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ മകൻ തന്നെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴായിട്ടും വീഴ്ചകൾ വരുമ്പോഴും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. കാരണം ഒരു ചെറുപ്പ കാലഘട്ടത്തിലുണ്ടാകുന്ന കുറേയേറെ സാഹചര്യങ്ങളും മടിയും അലസ്യതയും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും മാതാവുമായിട്ടുള്ളൊരു ബന്ധം, അതിലൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നി വീണ്ടും പ്രാർത്ഥിച്ച് ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്ന, ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് പുതുക്കിലും ഉടമ്പടി കൃപയോടെ ജീവിക്കണം എന്നുള്ളൊരു വലിയൊരു സാക്ഷ്യം അല്ലെങ്കിൽ വലിയൊരു നിയോഗം വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഏറെ പ്രത്യേകിച്ച് പരീക്ഷ ജയിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാക്ഷ്യം. ഇപ്പോൾ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥിനികൾ സാക്ഷ്യം പറയുന്ന ഒരു മേഖലയാണ് B2 എക്സാമിനെക്കുറിച്ചും
ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും ഏകദേശം എല്ലാ ദിവസവും ആരെങ്കിലും 1-2 പേരായിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം സാക്ഷ്യത്തിൽ ഈ ഒരു കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. മാതാവ് വിഷയത്തിൽ ശക്തമായി ഈ ഒരു മേഖലയിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതിന് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വിവൺ വരെ പഠിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയി എന്നുള്ളതും ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളൊക്കെ അനുദിനം കേൾക്കുന്നതിൻ്റെയും അപ്പോൾ അതിനൊക്കെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ. കാരണം ഇത് കേട്ട് ഇവരുടെയൊക്കെ തന്നെ പ്രായമുള്ള കുട്ടികൾ ഇവിടെ വന്ന് പറയുമ്പം വിശ്വസിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം തുറവില്ലാത്തൊരു ഹൃദയമായിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് മനസ്സിലാക്കി ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ തൻ്റെ സാഹചര്യം അനുസരിച്ച് ക്രമപ്പെടുത്തി. എങ്കിലും ഈ മകൻ്റെ സാക്ഷ്യം പറയുമ്പം മാതാവിൻ്റെ ഒരു മധ്യസ്ഥതയിലെടുക്കുന്ന ഈ ഉടമ്പടിയിൽ ഒരു പക്ഷേ ഒരുപാട് സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഉടമ്പടി എടുത്ത ആൾ അത്രയും ഗൗരവമായിട്ട് ഇത് എടുക്കാത്തപ്പോഴും മാതാവ് ഇങ്ങനെ ഒന്ന് പുറകെ നടന്ന ആ വ്യക്തിയെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുമ്പം ഇതുപോലെ ഇതേ രീതിയിൽ ഈ ടൈപ്പിൽ തന്നെ ഒരുപാട് പേരുടെ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ഇവരിലൂടെ എന്തോ ഒരു ദൈവിക പദ്ധതി അമ്മ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഒരു പക്ഷേ വീണു പോകുമ്പോഴും മാതാവ് ഇങ്ങനെ പുറകെ നടന്ന് ആ കാര്യം വ്യക്തമാക്കി കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള അനുഭവം ഇതാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ മകൻ്റെ ഒരു ഇൻറ്റൻഷൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നടന്നാലും മതി എനിക്കൊരു സാക്ഷ്യം പറഞ്ഞു. കാരണം എൻ്റെ സാക്ഷ്യം ഒരു പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ തന്നെയും, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരുടെ സാക്ഷി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ മകൻ തന്നെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവർക്കെങ്കിലും അതൊരു പ്രചോദനമാകുമെങ്കിൽ, അപ്പോൾ സാക്ഷ്യങ്ങൾക്ക് അർത്ഥമുണ്ടെന്നും അതിന് വലിയൊരു പ്രചോദനമുണ്ടെന്നും അതിനൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്നും ആ ഒരു ബോധ്യമൊക്കെ ഉണ്ട്. അപ്പം ദൈവം ഒരു ആശീർവാദം കൊടുക്കുമ്പം ഒരു പക്ഷേ വീഴ്ചകൾ വരുമ്പോഴും ദ പ്രൈം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്യുവറായിട്ടിരിക്കുമ്പം അതാണ് കർത്താവിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഉള്ളുകളെ അറിയുന്ന ദൈവമെന്നാണ് നമ്മുടെ. അപ്പം അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. ഏറ്റവും അവസാനം ഉടമ്പടിയിലെ നിബന്ധനകൾ അതിൽ ഇദ്ദേഹം കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കുമ്പസാരത്തിനെ കുറിച്ചാണ്. കാരണം ഒരുപക്ഷെ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ഒരു ശക്തി അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അത്രയും സമയം ഒരുപക്ഷെ കണ്ടുപിടിച്ച് ഒരുപക്ഷെ അവിടെ നിന്ന് മാറി സമയം കണ്ടെത്തി വിളിച്ച് ചോദിച്ച്, അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ആത്മാർത്ഥമായ ദൈവത്തിന് മുൻപിലെ യാത്രകൾ ദൈവം എങ്ങനെയാണ് കണ്ടില്ലെന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു അനുഭവം നൽകി. ഏറ്റവും അവസാനം പറഞ്ഞത് യുക്തിക്ക് നിരക്കാത്ത കാര്യം എന്നുള്ളതല്ല. ഇവിടെ സാക്ഷ്യം പറയുമ്പം സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് അറിയാം, എല്ലാവരുടെയും സാക്ഷ്യത്തിലെ റെഫറൻസ് ഒന്ന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അടയാളങ്ങളാണ്. നമ്മൾ 19 സങ്കീർത്തനം പറയുന്നുണ്ട്, ആകാശം അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുന്നുള്ളത്. വെളിപാടിൻ്റെ പുസ്തകം 16 പറയുന്നുണ്ട്, പ്രവാചകന്മാർക്ക് മഴ പെയ്യിപ്പിക്കാതിരിക്കുവാനായിട്ട് ആകാശങ്ങളുടെ മേൽ അടയ്ക്കുവാനുള്ള അധികാരം പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രവാചകർ അടച്ചതിനെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൃഷ്ടപ്രകൃതിയുടെ മാതാവിനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിനോട് ചേർത്ത് വെക്കാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പ്രകൃതി ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും പ്രകൃതിയിലൂടെ ദൈവം കാണിച്ചു കൊടുത്താണ് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത്. അപ്പം ഈ പ്രകൃതിയിലൂടെ തന്നെ ദൈവം കൂടെയുണ്ടെന്ന് അടയാളം തരാനായിട്ട് എത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു സാക്ഷ്യവും ഇനിയിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും മകൻ പറഞ്ഞ പോലെ അവൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവം ലഭിച്ചു. ഉടമ്പടി ജീവിതത്തിൽ കൃത്യമായിട്ടൊരു ശ്രമത്തോടെ മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ നേടാനായിട്ട് ഉടമ്പടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തി. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.